ആസ്പെറ്റോസ് ഷീറ്റിട്ട ചുവര് തേക്കാത്ത 2 മുറി. ഇതാണ് നിതിൻ്റെയും കുടുംബത്തിൻ്റെയും വീട്. പതിമൂന്ന് വർഷം മുൻപായിരുന്നു നിതിൻ്റെ അമ്മയുടെ മരണം. അച്ഛൻ സമീപത്തെ സ്കൂൾ ബസ്സിലെ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. മൂത്ത സഹോദരൻ ബസ് ജീവനക്കാരനും. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് കുടുംബത്തെ കൈപിടിച്ചുയർത്താനാണ് 27 വയസ്സുകാരൻ നിതിൻ ജോലി തേടി കുവൈറ്റിലെത്തിയത്. 4 വർഷമായി അവിടെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ നിതിൻ്റെ മരണം ഉൾക്കൊള്ളാനാകാതെ നിൽക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ വയക്കര എന്ന ഗ്രാമം. നാടിൻ്റെ എന്ത് കാര്യവും മുൻപന്തിയിൽ നിന്ന് ഏറ്റെടുത്ത് ചെയ്യുന്ന സൽസ്വഭാവിയായ ചെറുപ്പക്കാരനായിരുന്നു ഇയാൾ. നിതിനെക്കുറിച്ച് നാട്ടുകാർക്കും 100 നാവാണ്. നിതിൻ്റെ സ്വപ്നം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 10 സെൻറ്റില് ഒരു വീടിന് വേണ്ടിയിട്ട് ഒരു തറയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതുവരെ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോഴ് ലാസ്റ്റ് വന്നിട്ട് പോയിട്ട് ഒരു വർഷവും ഒരു 2 മാസമായി. അതിനിടയിലാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. മൂത്ത ചേട്ടനും നിതിൻ്റെ അച്ഛനുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഗൾഫിൽ പോയിട്ട് ചേട്ടൻ പറഞ്ഞത് വീട് വെക്കുന്നതായിരുന്നു സ്വപ്നം. സ്ഥലമൊക്കെ വാങ്ങിച്ചു അല്ലേ? വീട് വെക്കുന്ന സ്വപ്നം. ഈ വീട് വളരെ പരിതാപകരമാണ്, നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പുതിയൊരു വീട് വെക്കൽ എന്നായിരുന്നു സ്വപ്നം. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിക്കണം. 1 മാസം മുൻപ് അവധിക്കെത്തിയ നിതിന് വീട് പണിയാനായി അമ്മാമ്മ സമീപത്തായി 10 സെന്റ് ഭൂമി നൽകിയിരുന്നു. അതിൽ പുതിയ വീടിനായി പണികൾ ആരംഭിച്ചിട്ടേയുള്ളൂ. ഇതിനിടെയാണ് നിതിനെ മരണം കവരുന്നത്. മൃതദേഹം പൊതുദർശനത്തിന് ശേഷം നിതിൻ്റെ വീട് പണിയുന്ന സ്ഥലത്ത് എത്തിക്കും. 4 വർഷമായി ഗൾഫിൽ പോയിട്ട് അതിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 10 സെൻറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്ത എൻ്റെ അമ്മ ഫ്രീ ആയി കൊടുത്ത സ്ഥലമാണ്. എൻ്റെ മരുവൻ തന്നെ അങ്ങനെ ഓന് പിന്നെ അതിൽ 2 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ തറയും കെട്ടിയിട്ട് ഓൻ പോയി. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നിതിൻ മരണപ്പെട്ട വിവരം ബന്ധുക്കൾ അറിയുന്നത്. വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാതെ വിടവാങ്ങിയ നിതിൻ ഇന്ന് നാട്ടുകാർക്കും നൊമ്പരമാണ്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.